ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് എല്ലാ സത്യസന്ധരായ ഹൃദയങ്ങളിലും വസിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ്. ഗുരോ, നിത്യജീവൻ നേടാൻ ഞാൻ എന്തു നന്മ ചെയ്യണം? അത് ചോദിച്ച യുവാവ് ഭക്തനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു. അവൻ കൽപ്പനകൾ പാലിച്ചിരുന്നു. അവൻ മത്സരിയോ അധാർമികനോ ആയിരുന്നില്ല. എന്നിട്ടും യേശു അവനെ നോക്കിയപ്പോൾ അവൻ കൂടുതൽ ആഴത്തിലുള്ള ഒന്ന് കണ്ടു, ഒരു നല്ല ഹൃദയം, പക്ഷേ അപൂർണമായ ഒന്ന്. കാരണം കർത്താവിന്റെ വിളി നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അത് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. സ്നേഹത്തെ തടയുന്ന എന്തും ഉപേക്ഷിക്കുക എന്നതാണ്. അങ്ങനെ നമുക്ക് കൃപയുടെ പൂർണ്ണത ലഭിക്കും. പിന്നെ യേശു ഒരു സമൂലമായ ക്ഷണം നൽകുന്നു. പോകൂ, നിനക്കുള്ളത് വിറ്റു ദരിദ്രർക്ക് കൊടുക്കൂ. പിന്നെ വരൂ, എന്നെ അനുഗമിക്കൂ. ആ യുവാവ് നിത്യജീവൻ ആഗ്രഹിച്ചു, പക്ഷേ അത് ഉപേക്ഷിക്കുന്നതിന്റെ വിലയായിട്ടല്ല തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. അവൻ ദുഃഖിതനായി പോയി, കാരണം അവൻ ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അവന്റെ പോരാട്ടം പണത്തെക്കുറിച്ചു മാത്രമല്ലായിരുന്നു. അവൻ സ്വത്വം, സുരക്ഷ, നിയന്ത്രണം എന്നിവയിൽ പറ്റിപ്പിടിച്ചിരുന്നു. അവന്റെ കൈകൾ കൃപ സ്വീകരിക്കാൻ കഴിയാത്തത്ര നിറഞ്ഞിരുന്നു. അതാണ് ഭിന്നിച്ച ഹൃദയത്തിന്റെ ദുരന്തം. യേശുവിനെ പൂർണ്ണമായി പിന്തുടരുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന എന്താണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്? സമ്പത്ത്, പണം മാത്രമല്ല, എന്തിനും നമ്മെ കീഴടക്കാൻ കഴിയും. നമ്മുടെ പ്രശസ്തി, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ വിദ്വേഷം, മതഭക്തരായിരിക്കുന്നതിലുള്ള നമ്മുടെ അഭിമാനം പോലും. ഇസ്രായേൽ വ്യാജദൈവങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴും ദൈവം രക്ഷകരെ എഴുന്നേൽപ്പിച്ചുവെന്നും അവർ ഞെരങ്ങുമ്പോഴെല്ലാം കർത്താവ് അവരോട് കരുണ കാണിച്ചുവെന്നും ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പരാജയങ്ങൾ അവന്റെ കാരുണ്യത്തെ തളർത്തുന്നില്ല. അതാണ് യുക്തിക്ക് അതീതമായ സ്നേഹം. യേശു നമുക്ക് നൽകുന്ന താക്കോൽ ആത്മാവിന്റെ ദാരിദ്ര്യമാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, കാരണം അവരുടേത് സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്നാൽ ദൈവത്തിനായുള്ള നമ്മുടെ ആഴമായ ആവശ്യം അറിയുക. നമ്മുടെ ഹൃദയങ്ങൾ അവനാൽ നിറയാൻ കഴിയുന്ന തരത്തിൽ ബന്ധനങ്ങളിലുള്ള നമ്മുടെ പിടി അയക്കുക എന്നതാണ്. ധനികനായ യുവാവ് സ്വത്തുക്കളിൽ മാത്രമല്ല, സ്വയംപര്യാപ്തതയിലും സമ്പന്നനായിരുന്നു. ആ പൂർണ്ണത കൃപയ്ക്ക് ഇടം നൽകിയില്ല. നമ്മൾ അഭിനന്ദിക്കുന്ന രണ്ട് വഴികൾ പരിഗണിക്കുക. ഒന്ന് കാര്യസ്ഥതയാണ്. പലരും സമ്പത്ത് ഉദാരമായും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കുന്നു, എല്ലാം ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്. മറ്റൊന്ന് കീഴടങ്ങൽ. തനിക്കും ക്രിസ്തുവിനും ഇടയിൽ ഒന്നും നിൽക്കാതിരിക്കാൻ എല്ലാം സമർപ്പിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ച് ചിന്തിക്കുക. രണ്ട് വഴികളും മാന്യമാണ്. എന്നാൽ ഇന്ന് സുവിശേഷം നമ്മെ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നിർബന്ധിക്കുന്നു. എല്ലാം ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് ഒന്നിന്റെയും പിടിയിൽപ്പെടാതെ ജീവിക്കുക എന്നതാണ്. അപ്പോൾ യേശു നിങ്ങളോട് എന്താണ് മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്? ഒരുപക്ഷേ നിങ്ങളുടെ ആത്മാവിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ബന്ധം. ഒരുപക്ഷേ എല്ലാ ഫലങ്ങളെയും നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത. ഒരുപക്ഷേ ഒരു തടവറയായി മാറിയ ഒരു സുഖസൗകര്യ മേഖല. ഒരുപക്ഷേ വിശ്വാസത്തിൽ നിന്ന് പുറത്തുകടക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഭയം. ചിലപ്പോൾ നാം ദുഃഖത്തോടെ യേശുവിൽ നിന്ന് അകന്നുപോകുന്നു. അവൻ നമ്മെ പരാജയപ്പെടുത്തിയതുകൊണ്ടല്ല, മറിച്ച് നാം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. നമുക്ക് ആ ചെറുപ്പക്കാരനാകാതിരിക്കാം. നമ്മുടെ ജീവിതം തുറന്ന കൈകളോടെ നമുക്ക് നിലനിർത്താം. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് ആരംഭിക്കുക. ലളിതമാക്കുക, കുറച്ച് വാങ്ങുക, കുറച്ച് പാഴാക്കുക. ഉദാരമനസ്കത പുലർത്തുക. ഈ ആഴ്ച നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തിരയുക. പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാൻ എന്തിനോടാണ് പറ്റിനിൽക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരൂ. അത് ഉപേക്ഷിക്കാൻ എനിക്ക് ധൈര്യം തരൂ. ക്രിസ്തു നമ്മുടെ നിധിയായി മാറുമ്പോൾ നാം കീഴടങ്ങുന്നത് ഇനി നഷ്ടമായി തോന്നില്ല. നിത്യജീവൻ സമ്പാദിച്ചതല്ല, അത് ലഭിച്ചു. യേശു ആ യുവാവിന് ഒരു ചെക്ക് ലിസ്റ്റ് നൽകിയില്ല. അവൻ തന്നെ വാഗ്ദാനം ചെയ്തു, വരൂ, എന്നെ അനുഗമിക്കൂ. ദുഃഖത്തോടെ നമ്മൾ പോകുമോ, അതോ സന്തോഷത്തോടെ നമ്മൾ പിന്തുടരുമോ? വില യഥാർത്ഥമാണെങ്കിൽ പോലും. ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാം. ഒരുപക്ഷേ കാര്യങ്ങളിൽ ദരിദ്രനായിരിക്കാം, പക്ഷേ സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിലും അനന്തമായി സമ്പന്നനാണ്. ആമേൻ.